ശ്രീ പി ആർ ശിവശങ്കർ ഉന്നയിച്ച ഒരാരോപണം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, അത് CPM-ലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചാണ്. ആ അഭിപ്രായ വ്യത്യാസം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മാടായി ഏരിയ സെക്രട്ടറിയൊക്കെ തുറന്നു പറഞ്ഞ കാര്യം. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് താഴെയിട്ട കമന്റിൽ കൃത്യമായി പറയുന്നത്, ജൂലിയസ് പറയുന്നത് ഇത്തരം വ്യക്തി ആരാധനകളെ കുറിച്ചാണ്. ഇതൊക്കെ പാർട്ടി ഘടകങ്ങൾ അറിയുന്നും ചർച്ച ചെയ്യുന്നുമുണ്ടോ? അതോ വ്യക്തി ആരാധന എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാത്രമാകുമ്പോൾ പ്രശ്നമില്ല എന്നുണ്ടോ? ഇവിടെ മാധു, യഥാർത്ഥ വിഷയം എന്താണ്? യഥാർത്ഥ വിഷയം ഈ കഴിഞ്ഞ 7.5 വർഷമായി പോലീസിന്റെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും ചോരുന്നില്ല, ഒരാളുടെയും ഫോൺ ചോർത്തുന്നില്ല. IG-മാർ തമ്മിൽ പരസ്പരം വിഴുപ്പളക്കുന്ന തരത്തിലുള്ള ഇടപെടലോ പ്രസ്താവനയോ ഫേസ്ബുക്ക് പോസ്റ്റോ ഇല്ല. DGP-മാർ തമ്മിൽ തർക്കമില്ല. DGP-യെയോ അതുപോലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെയോ നിശ്ചയിക്കുമ്പോൾ സാമുദായികമായിട്ടുള്ള ഇടപെടലോ പരിഗണനയോ അല്ലെങ്കിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കവുമില്ല. പോലീസ് ഒറ്റക്കെട്ടായി പോകുന്നു. ആ ഒറ്റക്കെട്ടായി പോകുന്നു എന്നതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിലായാലും ഇൻവെസ്റ്റിഗേഷന്റെ കാര്യത്തിലായാലും കേസുകളുടെ നടത്തിപ്പിന്റെ കാര്യത്തിലായാലും കേരളം ഒന്നാമതെത്തുന്നു. അതിൻ്റെ ഇടയിൽ ചില പോലീസുകാർ ഭരത്ചന്ദ്രൻ കളിക്കുന്നു, ചില പോലീസുകാർ ആക്ഷൻ ഹീറോ ബിജു കളിക്കുന്നു. അത്തരം പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ള താക്കീത് നൽകുന്നു. ചില ലോക്കപ്പ് മർദ്ദനങ്ങളടക്കം പോലീസ് നയത്തിന് വിരുദ്ധമായി ചെയ്യുന്നു. അത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. നിരവധി പോലീസുകാരെ സർവീസിൽ നിന്ന് തന്നെ നീക്കുന്ന സാഹചര്യമുണ്ടായി. മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് പ്രതിപക്ഷത്തിന് ഇനി ആജീവനാന്ത പ്രതിപക്ഷമായി തുടരാം, ഒരിക്കലും ഭരണപക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് അവർ ഭയപ്പെടുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്ര കേന്ദ്രഭരണം എടുത്തിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ പ്രചരണം നടത്തിയിട്ടും 0-ലേക്ക് പോയി, 1-ൽ നിന്ന് വീണ്ടും 1-ലേക്ക് പോലും തിരിച്ചു വരാൻ കഴിയില്ലെന്ന് അവർ ശരിക്കും യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. പ്രധാനമന്ത്രി ഏറ്റവും ആദ്യം വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സോമാലിയ എന്നൊക്കെ വിളിച്ചു പോയി. ഈ കേരളത്തിലെ ജനത ചരിത്രത്തിലാദ്യമായി LDF-ന് ഭരണ തുടർച്ച കൊടുത്തു. ഇപ്പോഴും വന്ന് പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഞാനത് ചോദിച്ചോട്ടെ, CBI, NIA, ED, കസ്റ്റംസ് എല്ലാ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും 2020 സെപ്റ്റംബർ 20 മുതൽ ആരംഭിച്ച ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? നിങ്ങൾ എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ നുണപ്രചരണം നടത്തി? സെലക്ടീവ് ലീക്കേജ് നടത്തി, സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തി. അതുപോലെ ഇന്ന രൂപത്തിലൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് പത്രക്കാരെ വിളിച്ച് വിശദീകരിച്ചു. മീഡിയ ട്രയൽ നടത്തി. ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. നിങ്ങൾ അറിഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാം ആദ്യമായി ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്ക് അനുകൂലമായി മാറി 2020 ഡിസംബർ 16-ന്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിങ്ങൾ ഈ നുണപ്രചരണം തുടർന്നു. ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് വന്നു. അതിനുശേഷം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിങ്ങൾ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്തു. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിൽ സ്വർണ്ണമെന്ന് പറഞ്ഞു, ഖുറാന്റെ ഉള്ളിൽ സ്വർണ്ണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കയ്യിലല്ലേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി? എവിടെ നിന്നാ സ്വർണം വന്നതെന്നോ എങ്ങോട്ടാ പോയെന്നോ ആരൊക്കെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് തെളിവിന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടുമായിരുന്നോ? PR ശിവശങ്കർ ഒന്നുകൂടി പറയണം, തെളിവിന്റെ ഒരു പോയിന്റ് കണിക നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ വിടുമായിരുന്നു. BJP-യുടെ രാഷ്ട്രീയമായ ലക്ഷ്യമാണ്, അതിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ പര്യാപ്തമായ മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി ഞാനതൊരു ചോദ്യമായി അങ്ങയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഒറ്റക്കെട്ടാണ്. ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഒറ്റക്കെട്ടാണ്. പോലീസ് നയം ക്ലിയർ ആണ്. ഇതിൽ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നാടിന്റെ ക്രമസമാധാനം ലോകത്തിന് മാതൃകയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ എൻകൗണ്ടർ കില്ലിങ്ങോ അതുപോലെ പരാതിയായിട്ട് ചെന്ന പോലീസ് സ്റ്റേഷന്റെ പടിവാതിക്കിലേക്ക് എത്താൻ കഴിയാത്ത പ്രശ്നമോ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത സാഹചര്യമോ ഒന്നുമില്ല. വനിതാ പോലീസ് സ്റ്റേഷനും വനിതാ സെല്ലും അതുപോലെ വനിതാ ബറ്റാലിയൻ, അപാരിജിതയും പിങ്ക് പോലീസും നിഴലും വനിതാ സ്വയം പ്രതിരോധ സംഘവും വനിതാ ബീറ്റും അങ്ങനെ എത്രയോ പദ്ധതികളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ പോലീസ് ഇറങ്ങി ചെല്ലുകയാണ്. ജനമൈത്രി എന്തെന്ന് ജനങ്ങൾ അറിയുകയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങൾ എടുത്ത് അത് പർവ്വതീകരിച്ച് ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വന്നാൽ ജനങ്ങൾ തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നതിൽ യാതൊരു സാധ്യതയില്ല. പിന്നെ പഴയ കാലത്ത് ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നീട് ഉണ്ടായതുമായ സംഭവങ്ങൾ 10-25 കസ്റ്റഡി മരണങ്ങൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയധികം എണ്ണത്തിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ആവർത്തിച്ചു പറഞ്ഞ ഒറ്റപ്പെട്ട എന്ന വാക്കിന്റെ പേരിൽ പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കേരള സർക്കാർ എന്നത് മറന്നുകൊണ്ട് പറയരുതേ. കേട്ടോ, ഈ പറയുന്ന പോലീസിന്റെ കാര്യം, അതിനെതിരെ നടപടിയെടുക്കാൻ തുടർ സമ്മർദ്ദങ്ങൾ ഉണ്ടായ സമയത്ത് പോലീസിന് ആത്മവീര്യം ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കാര്യം വരെ ഉണ്ടായിരുന്നു. പോലീസിനെ എന്തുകൊണ്ടാണ് നിലയ്ക്ക് നിർത്താൻ കഴിയാത്തതെന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങ് നേരത്തെ ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നുമല്ല.
അല്ല, ഒറ്റ മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ UDFന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ല ഈ ചർച്ചയുടെ ഭാഗമായി. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞത് 7.5 വർഷത്തിലേക്ക് മാത്രം നിങ്ങൾ ചുരുക്കരുത്. അവസാനത്തെ 7.5 വർഷമല്ല. മനുഷ്യത്വ വിരുദ്ധമായ ഒരു സമീപനം പോലീസിന്റെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് എന്താണ്? ഇത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ, അതപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ആണ് എന്നാണോ വിചാരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലല്ല, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള അതുപോലെ മനുഷ്യാവകാശ വിരുദ്ധമായിട്ടുള്ള ഏത് സമീപനങ്ങളെയും തുറന്ന് എതിർക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന, നടപടി സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങ് ലാസ്റ്റ് ചോദിച്ചല്ലോ, ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായപ്പോഴെല്ലാം കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതികളൊന്നും ഇപ്പൊ പോലീസ് സേനയിൽ ഇല്ല. അതുപോലെ തന്നെ നിരവധി ക്രിമിനൽ കേസിൽ പെട്ടവരെ പോലീസ് സേനയിലേക്ക് എടുക്കുന്നേയില്ല. ആ സാഹചര്യങ്ങൾ വന്നാൽ കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ഏറ്റവും ആർജവമായി തന്നെ നടപടി സ്വീകരിക്കാൻ, ശക്തമായി നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നുള്ളത് പോലീസിന്റെ നേട്ടമാണ്. അതുകൊണ്ട് പറഞ്ഞു. പക്ഷേ അവരിപ്പോഴും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷക സേനയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്തുകയും ചെയ്യാം. അവരെന്തുകൊണ്ടാണ് ആ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്താത്തത്? അല്ല, ഇസഡ് കാറ്റഗറിയുള്ള മുഖ്യമന്ത്രിക്കും ഗവർണർക്കും എല്ലാം കൃത്യമായിട്ടുള്ള സുരക്ഷ കൊടുക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ക്രൈം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു, അത് രജിസ്റ്റർ ചെയ്തു, അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ അന്വേഷണത്തിന്റെ വഴിയിൽ വരട്ടെ. നമ്മൾ എന്തിനാണ് ആന്റിസിപ്പേറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കുന്നത്? കൊല്ലത്ത് കുട്ടിയെ കാണാതെ പോയപ്പോഴും ഒറ്റ ദിവസം കൊണ്ട് നടപടി എടുക്കണം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ വിചാരണ നടത്തിയതല്ലേ? അല്ല, കോടതി പറയുന്നത് അവിടെ ഒരു ക്രൈം ഉണ്ടായി എന്ന് നിയമത്തിന്റെ വഴിക്ക് വരട്ടെ, അതിന്റെ അന്വേഷണത്തിന്റെ സാഹചര്യം വരട്ടെ. അല്ല, അവരെ പോലീസിൽ നിന്ന് പറഞ്ഞത് എന്ത് ധൃതി? ശ്രീ കെ എസ് അരുൺകുമാർ കഴിഞ്ഞ മാസം 15-ാം തീയതി, ഇന്ന് 5-ാം തീയതി, 10 ദിവസം കഴിഞ്ഞില്ല, എന്ത് ധൃതി? പിറ്റേ ദിവസം പിരിച്ചുവിട്ടോ എന്ന് ചോദിച്ചോ ഇവിടുന്ന്? ഇല്ലല്ലോ. അതെ, പോലീസിന്റെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങൾ വച്ച് തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഗവൺമെന്റ് ഇടപെടുന്ന സാഹചര്യമില്ല. പോലീസ് തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് ക്രൈം ഇട്ട് അന്വേഷണത്തിന്റെ മുന്നോട്ട് പോക്കെല്ലാം ഇവിടെ ചർച്ച ചെയ്തു. അതുകൊണ്ട് അതിന്റെ വഴിക്ക് പോകട്ടെ. നമ്മൾ റിപ്പോർട്ട് മറ്റു കാര്യങ്ങളെല്ലാം വരും. ചോദ്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യും. വിളിച്ചെന്താണ് സംഭവിച്ചതെന്ന് പ്രതിപട്ടികയിലുള്ളവരോട് ചോദിക്കാൻ കേരള പോലീസിന് ഇനി കവടി നിരത്തണമോ എന്നൊരു ആശങ്ക ചോദിച്ചു എന്നേ ഉള്ളൂ. അത് മുറയ്ക്ക് തന്നെ നടക്കട്ടെ. അല്ലെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുറയ്ക്കാണ് നടക്കുന്നത് എന്നുള്ളതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇടവേള. അതെ, കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകും. അതിന് യാതൊരു സംശയവും വേണ്ട. ഓക്കെ.